ആഗ്രഹിച്ചു വന്നവരുമുണ്ട്, സിറ്റുവേഷൻ കാരണം അങ്ങ് ഇവിടെ എത്തിപ്പെട്ടവരുമുണ്ട്. ഒരു 2-3 വർഷത്തേക്ക് വന്നവരുണ്ട്, അല്ലെങ്കിൽ ഒരു 5 വർഷം കഴിഞ്ഞ് തിരിച്ചു പോകാം എന്ന് ആഗ്രഹിച്ച ആളുകളുമുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത് മറ്റൊരു കാര്യമാണ്. നമ്മളിവിടെ എത്തിപ്പെട്ടത് കൊണ്ടാവാം പലരുടെയും ജീവിത നിലവാരം നല്ല രീതിയിൽ മാറ്റം വന്നിട്ടുണ്ട്. സാമ്പത്തികമായിട്ടും അല്ലാതെയുമൊക്കെ നമ്മുടെ ഫാമിലിയുടെ, എസ്പെഷ്യലി നമ്മുടെ മക്കളുടെയൊക്കെ ലൈഫ് സ്റ്റൈല് മറ്റൊരു ലെവലിലേക്ക് ഉയർന്നിട്ടുണ്ട്. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ, നാളെ നമ്മുടെ ഈ ഒരു ജോലി നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ശമ്പളം നിന്ന് പോയി കഴിഞ്ഞാൽ, എന്തെങ്കിലും കാരണത്താൽ നമ്മൾ നിർത്തി നാട്ടിലേക്ക് പോകേണ്ടി വന്നു കഴിഞ്ഞാൽ, അടുത്ത മാസം മുതൽ നമ്മുടെ മക്കളുടെ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയുടെ ലൈഫ് സ്റ്റൈൽ എങ്ങനെയായിരിക്കും? ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? നമ്മൾ നമുക്ക് വേണ്ടി എന്തെങ്കിലും മാറ്റി വെച്ചിട്ടുണ്ടോ? സേവിങ്സ്, ഇൻവെസ്റ്റ്മെൻറ്റ്, ഇതിൻ്റെയൊക്കെ പ്രാധാന്യം നമുക്കറിയാം. പക്ഷെ നമ്മളിൽ എത്ര പേര് അതിനെക്കുറിച്ചൊന്ന് ഗൗരവമായിട്ട് ചിന്തിച്ചിട്ടുണ്ട്? നമുക്ക് അടുത്ത മാസം സ്റ്റാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഒരു 3 മാസം കഴിഞ്ഞിട്ട് നമുക്ക് സേവിങ്സ് തുടങ്ങാം, ഇങ്ങനെയൊക്കെ മാറ്റി വെച്ച് മുന്നോട്ട് പോകുന്ന ആളുകളാണ് നമ്മൾ. ആരും കുറ്റം പറയാൻ വേണ്ടിയിട്ടല്ല, നമ്മൾ നമ്മുടെ അവസ്ഥകൾ കാരണം, നമ്മുടെ ഇപ്പോൾ നിലവിലുള്ള സിറ്റുവേഷൻ കാരണം അങ്ങ് മാറ്റി വെച്ച് മുന്നോട്ട് പോവുകയാണ്. നിങ്ങൾ അങ്ങനെയുള്ള ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു 7 ദിവസം, ഈ ഒരു 7 days ചലഞ്ച് നിങ്ങൾ തീർച്ചയായിട്ടും അറ്റൻഡ് ചെയ്യണം എന്നാണ് ഞാൻ പറയുക. ഈ ഒരു സമയം നിങ്ങൾക്ക് നൽകുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിക്ക് നൽകുന്ന, എസ്പെഷ്യലി നിങ്ങളുടെ മക്കൾക്ക് നൽകുന്ന ഏറ്റവും നല്ലൊരു ഗിഫ്റ്റായിരിക്കും. നമ്മളിലേക്ക് തന്നെ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെയാണ് ഏറ്റവും നല്ല ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയം നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടമാവില്ല. ഇത് എനിക്ക് പ്രയോജനം ചെയ്തില്ല എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു എമൗണ്ട് 100% റീഫണ്ട് ചെയ്തതായിരിക്കും. വലിയ ഒരു എമൗണ്ടായിട്ട് തന്നെയാണ് ഞാനിതിനെ കാണുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും കോഴ്സിൽ നേരിട്ട് കാണാം. താങ്ക് യു.